മയക്കുമരുന്ന് കടത്തുകയോ ബാലി ദ്വീപിൽ മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കാളിയാവുകയോ ചെയ്തു എന്ന കുറ്റത്തിന് 3 ബ്രിട്ടീഷുകാരുടെ വിചാരണ ഇന്നലെ ഇന്തോനേഷ്യയിൽ ആരംഭിച്ചു. ലോകത്തിലെ തന്നെ കടുത്ത മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. കുറ്റം തെളിഞ്ഞാൽ ഒരുപക്ഷെ മരണശിക്ഷ വരെ ഇവർക്ക് ലഭിച്ചേക്കാം. മയക്കുമരുന്ന് കച്ചവടത്തിന് നേരത്തെ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഇന്തോനേഷ്യയിൽ പക്ഷേ 2017 മുതൽ വധശിക്ഷ നൽകുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11-നായിരുന്നു ദമ്പതിമാരായ ജോനാഥൻ ക്രിസ്റ്റഫർ കോയിലർ എന്ന 38-കാരനും ലിസ എല്ലർ സ്റ്റോക്കർ എന്ന 39-കാരിയും ബാലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഏകദേശം 1 കിലോഗ്രാം തൂക്കം വരുന്ന കൊക്കൈൻ 17 പാക്കറ്റുകളാക്കി പാക്ക് ചെയ്തിരുന്ന് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പാക്കറ്റുകൾ വാങ്ങാനെത്തിയ വ്യക്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഫിനിയസ് ആംബ്രോസ് ഫ്ലോട്ട് എന്ന 31-കാരനെയും പിടികൂടിയിരുന്നു. ചില ഭക്ഷണപ്പൊതികളിൽ പൊതിഞ്ഞ് സ്യൂട്ട് കേസുകളിൽ ഒളിപ്പിച്ചായിരുന്നു ഇവർ കൊക്കൈൻ കടത്താൻ ശ്രമിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്നും ഖത്തറിലെ ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്നും ഇന്തോനേഷ്യയിലേക്ക് കടത്തുകയായിരുന്നു ഇവർ ചെയ്തത്. സ്കാനിങ്ങിൽ ചില സംശയാസ്പദ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നുള്ള തിരച്ചിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.